മലക്ക് മറിയാം മാലിയാസ് തൈബൂസോ മോറാനാമീഖ് മുബാറക് തോ അദ്ബനേശേ വംബാറാക് വുഫീറോ ദബ് കർസേഖ് മോറാൻ യേശു മശിഹോ ഓ മോർത്തു മറിയാം ബുസുൽത്തോയേമേ ദാലോഹോ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. നമ്മുടെ മേൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പരിശുദ്ധ സുറിയാനി സഭയുടെ പിതാക്കന്മാര് പ്രാർത്ഥനയിൽ പ്രകാരം പാടി: തിരുവിഷ്ടത്താൽ നരനായി നമ്മെ തൻ മൃതസുതരാക്കാൻ റൂഹായോടു ബന്ധിച്ചിടാൻ. മനുഷ്യൻ ദൈവസാദൃശ്യമാകുവാൻ വേണ്ടി ദൈവം മനുഷ്യനായെന്നാണ് ഈ വരികളിലൂടെ നമ്മെ പിതാക്കന്മാർ പഠിപ്പിച്ചത്. ഈ ദൈവീക നിയോഗം വിനീത ഹൃദയങ്ങളിൽ നിന്നാണ് ആരംഭിക്കുക. മറിയാമിന്റെ ഉദരം ദൈവത്തിന്റെ ആലയമായി തീർന്നതുപോലെ ഇന്നും ദൈവം അന്വേഷിക്കുന്നത് വിനയവും വിശുദ്ധിയും സമർപ്പണവുമുള്ള നമ്മെ ഓരോരുത്തരെയുമാണ്. അറിയിപ്പിന്റെ സംഭവം വെറുമൊരു പെരുന്നാളായി മാത്രമല്ല നമ്മൾ ആഘോഷിക്കുക. പിന്നെ അത് മശിഹായെ ക്രൂശിലേക്കും പുനരുദ്ധാനത്തിലേക്കും നയിക്കുന്ന ആദ്യത്തെ രംഗം മാത്രമായിരുന്നു. വിശുദ്ധ മറിയാമിന്റെ അനുസരണമാണ് ഒന്നാമത്തെ അമ്മയായിരുന്ന ഹവ്വയുടെ അനുസരണക്കേടിന് പ്രായശ്ചിത്തമായിട്ട് കൊടുത്തത്. സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളെ, തലമുറകൾ ഭാഗ്യവതി എന്ന് വിളിക്കുന്നവളുമായി അമ്മ മറിയാം ഉയർത്തപ്പെട്ടു. ഈ സുദിനം അത്യാദരപൂർവമാണ് സഭ ആഘോഷിക്കുന്നത്. രക്ഷാകരമായ ഈ ചരിത്രം ആരംഭിക്കുവാൻ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ ഭവിക്കട്ടെ എന്ന് വിശ്വാസത്തോടുകൂടെ കന്യക മറിയാം നൽകിയ ഉത്തരം കൊണ്ട് ആരംഭിച്ചു. ഇന്നും ഈ ശബ്ദം നമ്മുടെ ചുറ്റിലുമുണ്ട്. അവൻ ആരെയും നിർബന്ധിക്കുന്നില്ല. സാവധാനം വിളിച്ച് കാത്തിരിക്കുന്ന ഒരു ദൈവിക ശബ്ദം. ശക്തി കൊണ്ടോ ബലപ്രയോഗം കൊണ്ടോ ഒന്നുമല്ല, പിന്നെയോ അവിടുത്തെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്നുള്ള ഒരു ഉറച്ച തീരുമാനമാണ് കന്യക മറിയാമിൻ്റേത്. ഈ നിയോഗങ്ങൾക്കായി നമ്മെ ദൈവം വിളിക്കുമ്പോൾ അപകടം കൊണ്ട് ശാരീരിക ക്ഷമത നഷ്ടപ്പെട്ടു പോയ ഒരു ഭാര്യയ്ക്ക് വർഷങ്ങളോളം കൂട്ടിരിക്കേണ്ടി വരുമ്പോൾ ഇടറി നീങ്ങാത്ത ഒരു പുരുഷൻ, ഭർത്താവ് ഈ വചനത്തിന് വാക്കുകൊടുക്കുന്ന, ചെവി കൊടുക്കുന്ന ഒരാളാണ്. ഓർമ്മകൾ നഷ്ടമായി മാറിയ ഒരു വൃദ്ധയായ അമ്മയ്ക്കരികെ സമയാസമയം പരിചരണം നിർവഹിക്കുന്ന മക്കൾ ഈ ഒരു വചനം സ്വീകരിക്കുന്നവരാണ്. ക്രമം തെറ്റിയ ജീവിത സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നിട്ടും അതൊന്നും വേണ്ടെന്ന് തീരുമാനിക്കുന്ന ഒരു നല്ല യുവാവ് ഈ ഒരു വചനം സ്വീകരിക്കുന്ന വ്യക്തിയാണ്. ഒരു ഓട്ടിസം വന്ന കുഞ്ഞിനെ ആദരവോടെ സ്വീകരിച്ച് അതിനെ വളർത്തുന്ന മാതാപിതാക്കൾ നിശ്ചയമായിട്ടും ഈ വചനം സ്വീകരിക്കുന്നവരാണ്. ചില സന്നദ്ധ സംഘങ്ങളിൽ പ്രതിഫലേച്ഛകൾ കൂടാതെ, സമയനിഷ്ഠകളില്ലാതെ പ്രവർത്തിക്കുന്നവർ ഈ വചനം സ്വീകരിക്കുന്ന ഈ കാലഘട്ടത്തിലെ പ്രവർത്തകരാണ്. അങ്ങനെ അത്യുന്നതന്റെ ശക്തി കൊണ്ട് മാത്രം പൂർത്തീകരിക്കാനാകുന്ന ചില ഈ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് ഓരോരുത്തരും നിന്റെ വാക്കുപോലെ ഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ സംശയിക്കേണ്ട, തലമുറകൾ ഓർക്കുന്ന ഒരു അനുഗ്രഹമായിട്ട് നമ്മൾ മാറും.
ജീവിതം ഒരു സുവിശേഷമായി തീരും. ആ ധന്യമായ അനുഗ്രഹത്തിൻ്റെ ആയ ദിനങ്ങളിലേക്ക്, ദിവസങ്ങളിലേക്ക് നമുക്ക് ഈ വചനിപ്പ് പെരുന്നാൾ ദിവസം ഗുണകരമാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഷാർജ സെന്റ് മേരീസ് യൂത്ത് അസോസിയേഷൻ സംഘങ്ങൾ ഈ മാധ്യമത്തിലൂടെ നിങ്ങളുടെ മുമ്പാകെ എത്തിക്കുന്ന ഈ വചന കേൾവിക്ക് വേണ്ടി കാതോർത്ത നിങ്ങൾക്കേവർക്കും ദൈവാനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ട് പീഡാസഹനത്തിന്റെയും പുനരുത്ഥാനത്തിന്റെയും നന്മകൾ ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യൂലിയോസ് ഏലിയാസ് മെത്രാപ്പോലീത്ത. ദൈവം അനുഗ്രഹിക്കട്ടെ. മാലാഖചാരേ